ഹലോ ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ BEd ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ പേപ്പറായിട്ടുള്ള തിയററ്റിക്കൽ ബേസിസ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷിലെ യൂണിറ്റ് 1 ലാംഗ്വേജിലെ ചാപ്റ്റർ 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ലാംഗ്വേജ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ, റോൾ, ക്യാരക്ടറിസ്റ്റിക്സ്. ആദ്യമേ തന്നെ ലാംഗ്വേജ് എന്താണ്, അതിൻ്റെ മീനിങ്, ഡെഫിനിഷൻ എന്താണ് എന്നൊക്കെ നോക്കാം. ലാംഗ്വേജ് ആസ് എ സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ ത്രൂ സ്പീച്ച്. ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഒരു സിസ്റ്റം ത്രൂ സ്പീച്ച്. സ്പീച്ചിലൂടെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനെയാണ് ലാംഗ്വേജ് എന്നും പറയുന്നത്. ഒരുപാട് ഡെഫിനിഷൻസ്, ഒരു 5 ഡെഫിനിഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഒരുപാട് പേര് ലാംഗ്വേജിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഡെഫിനിഷൻസ് ആണ് ഇവിടെയുള്ളത്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. Language is the expression of ideas by means of speech sounds combined into words. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രഷൻ ഓഫ് ഐഡിയാസ് ആണ്. നമുക്കറിയാമല്ലേ, നമ്മുടെ ഐഡിയാസിനെ എക്സ്പ്രസ് ചെയ്യുന്നു, പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യുന്നു. എങ്ങനെയാണ്? ബൈ മീൻസ് ഓഫ് സ്പീച്ച് സൗണ്ട്സ് കമ്പൈൻഡ് ഇൻ ടു വേർഡ്സ്. സൗണ്ട്സ് കമ്പൈൻ ചെയ്ത് വേർഡ്സ് ആക്കുന്നു നമ്മൾ. അതായത് ഇപ്പോൾ ക്യാറ്റ് എന്ന് പറയാനായിട്ട് ക, ആ, ട്, ഈ 3 സൗണ്ട്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ക്യാറ്റ് എന്നൊരു വേർഡ് പറയുന്നത്. അതേപോലെ വേർഡ്സ് ആർ കമ്പൈൻഡ് ഇൻ ടു സെൻറ്റൻസസ്. ഈ വേർഡ്സ് എന്ത് ചെയ്യുന്നു, നമ്മൾ സെൻറ്റൻസസിലേക്ക് കമ്പൈൻ ചെയ്യുന്നു. എന്നിട്ടാണ് ദിസ് കോമ്പിനേഷൻ ആൻസറിങ് ടു ദാറ്റ് ഓഫ് ഐഡിയാസ് ഇൻ ടു തോട്ട്സ്. ഇങ്ങനെ സൗണ്ട്സ് കമ്പൈൻ ചെയ്ത് വേർഡ്സ് ആക്കി, വേർഡ്സ് കമ്പൈൻ ചെയ്ത് സെൻറ്റൻസസ് ആക്കിയിട്ടാണ് നമ്മുടെ ഒരു ഐഡിയ തോട്ട്സ് ആക്കി നമ്മൾ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യുന്നത്. അതിന് യൂസ് ചെയ്യുന്നതാണ് ലാംഗ്വേജ്. അപ്പോൾ ഹെൻറി സ്വീറ്റിൻ്റെ ഒരു ഡെഫിനിഷനാണ് നമ്മളിവിടെ പറഞ്ഞത്. അതേപോലെ ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. ഒരു 4 ഡെഫിനിഷൻസോളം ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ നോക്കി പഠിക്കാം. നെക്സ്റ്റ് വൺ ഇവിടെ സമ്മറൈസ് ചെയ്തും പറയുന്നത് നമ്മൾ ആദ്യം മുകളിൽ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. ലാംഗ്വേജസ് എ സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ ത്രൂ സ്പീച്ച് എന്നുള്ള സെയിം പോയിന്റ് ആണ് സമ്മറൈസ് ചെയ്ത് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് വൺ സിസ്റ്റം എന്താണെന്നാണ് അടുത്തത് പറയുന്നത്. അടുത്തത് സിസ്റ്റം എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് എ സിസ്റ്റം? എ സിസ്റ്റം ഇസ് എനിത്തിങ് ദാറ്റ് കംപ്രൈസസ് എ സെറ്റ് ഓഫ് സൈൻസ് ഓർ സിംബൽസ് arranged in a particular pattern and which has some meaning. സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ സെറ്റ് ഓഫ് സൈൻസ് അല്ലെങ്കിൽ സിംബൽസ് ഒക്കെയാണ്. ഇത് അറേഞ്ച്ഡ് ഇൻ എ പെർട്ടിക്കുലർ പാറ്റേൺ, ഒരു പെർട്ടിക്കുലർ പാറ്റേണിൽ ഇത് അറേഞ്ച് ചെയ്തേക്കാണ്. വിച്ച് ഹാസ് സം മീനിങ്. എന്നാൽ ഇതിനെന്താണ്, ഒരു മീനിങ്ങും ഉണ്ട്. സിസ്റ്റംസ് മേ ബി സിമ്പിൾ ഓർ കോംപ്ലക്സ്. സിസ്റ്റംസ് സിമ്പിൾ സിസ്റ്റമും കോംപ്ലക്സ് സിസ്റ്റമും ഉണ്ട്. സിമ്പിൾ സിസ്റ്റമിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കുന്നതാണ്. Simple system is one in which there are only a limited number of signs and these signs communicate their meaning directly. അതായത് സിമ്പിൾ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റഡ് സൈൻസേ അതിലുണ്ടാവുള്ളൂ, ലിമിറ്റഡ് സിമ്പിൾസേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ മീനിങ് അത് ഡയറക്റ്റായിട്ട് പറയാനും പറ്റും. ഇപ്പോൾ എക്സാമ്പിൾസ് നോക്കിയത് ട്രാഫിക് സിഗ്നലിംഗ് കളേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ദർ മീനിങ് ഡയറക്ട്ലി. ട്രാഫിക് സിസ്റ്റം അല്ലെ, ട്രാഫിക്കിൻ്റെ സിഗ്നൽസ് എങ്ങനെയാണ്? റെഡ് എന്ന് പറഞ്ഞ സ്റ്റോപ്പാണ്, ഗ്രീൻ കണ്ടു കഴിഞ്ഞാൽ പ്രൊസീഡ് ചെയ്യാനാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാനും സിഗ്നലിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക്. അപ്പോൾ അതിൻ്റെ എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അത് പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, മീനിങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് അത്രയും സിമ്പിൾ സിസ്റ്റമാണ് ട്രാഫിക് സിഗ്നൽ. ഒരു കോംപ്ലക്സ് സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചാൽ മോസ്റ്റ് കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റംസിൽ ഒന്നാണ് ലാംഗ്വേജ്, ഹ്യൂമൻ ബീങ്സിൻ്റെ ലാംഗ്വേജ്. കാരണം a complex system on the other hand involves an unlimited number of signs and these signs do not communicate their meaning directly. ഒരുപാട് സൈൻസ് ഉണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ മീനിങ് ഡയറക്ട്ലി അത് പറയുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ലാംഗ്വേജ് ഇസ് ദ മോസ്റ്റ് കോംപ്ലക്സ് ഓഫ് സിസ്റ്റംസ് ആൻഡ് സോ ഇറ്റ് ഈസ് കോൾഡ് ദ സിസ്റ്റം ഓഫ് സിസ്റ്റംസ്. അതുകൊണ്ടാണ് ഹ്യൂമൻ ലാംഗ്വേജിന് ഏറ്റവും കോംപ്ലക്സ് സിസ്റ്റം എന്നും പറയുന്നത്. അതേപോലെ തന്നെ സിസ്റ്റംസ്, അതായത് സിസ്റ്റം ഓഫ് സിസ്റ്റംസ് എന്നും പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ലാംഗ്വേജിനെ തന്നെ ആണ്. In this context, let us remember that non-human beings also communicate. ഈ ഒരു കേസിൽ നമ്മളിപ്പോൾ ഹ്യൂമൻ ബീങ്സിൻ്റെ കാര്യം പറഞ്ഞു. ഇനി ഒരു കാര്യം മനസ്സിലാക്കാൻ, നോൺ ഹ്യൂമൻ ബീങ്സും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അല്ലേ. അതായത് ഇപ്പോൾ ബേർഡ്സ് ആയാലും ആനിമൽസ് ആയാലും
ഇതെല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ദേ കനോട്ട് പ്രൊഡ്യൂസ് സ്പീച്ച് ആസ് ദെയർ ആർട്ടിക്കുലേറ്ററി ഓർഗൻസ് ആർ നോട്ട് ഡെവലപ്ഡ് ഇനഫ്. പക്ഷേ അവർക്ക് ഇതേപോലെ സ്പീക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ ആർട്ടിക്കുലേറ്ററി ഓർഗൻസ് ഇതേപോലെ നമ്മുടെ മനുഷ്യന്മാരുടെ പോലെ ഡെവലപ്ഡ് അല്ല. ദ മീൻസ് ബൈ വിച്ച് ദേ കമ്മ്യൂണിക്കേറ്റ് ആർ കോൾഡ് അനിമൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്. പക്ഷേ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ അനിമൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് എന്നും പറയും. Animals communicate through sounds, movements, touch, etc. Examples are monkeys' calls, bee dance, and ants touching one another. അനിമൽസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. മങ്കി, ബീസിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, റോൾ ഓർ ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ്. ലാംഗ്വേജിൻ്റെ ഫങ്ഷൻസ് ആണ്. 7 ഫങ്ഷൻസ് ആണുള്ളത്. M.A.K. ഹാലിഡേ പറഞ്ഞിരിക്കുന്ന 7 ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ഇൻസ്ട്രുമെൻ്റൽ. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു ആളുടെ ആവശ്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, അതാണ് ഒരു ഫങ്ഷൻ. അതായത് ഇൻസ്ട്രുമെൻ്റൽ ലാംഗ്വേജ് എന്തിനാണ്? നമ്മുടെ നീഡ്സ്, വാണ്ട്സ് ഒക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട്. എനിക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ അത് ഞാൻ പറയുന്നത് ലാംഗ്വേജിലൂടെയാണ്. എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഐ മസ്റ്റ് ഹാവ് എ ജോബ്. ഇതെൻ്റെ ഒരു ആവശ്യമായിട്ട് പറയാം അല്ലേ. അങ്ങനെ എൻ്റെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞാനത് എക്സ്പ്രസ് ചെയ്യുന്നത് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ്. സോ അതൊരു ഫങ്ഷനാണ്. അതിനെയാണ് ഇൻസ്ട്രുമെൻ്റൽ ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ റെഗുലേറ്ററി ഫങ്ഷനാണ്. This is the function in which a person gives directions to show what another person should or should not do. നമ്മൾ ഒരാൾക്ക് ഡിറക്ഷൻസ് കൊടുക്കില്ലേ, അതായത് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്നത്, അയാളെ ഇങ്ങനെ ചെയ്യണം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് റെഗുലേഷൻസ് കൊടുക്കുന്ന, റൂൾസൊക്കെ കൊടുക്കുന്നതിനെയാണ് റെഗുലേറ്ററി ഫങ്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ബി പങ്ക്ച്വൽ. ഒരാളോട് കൃത്യസമയത്ത് വരണം എന്ന് പറയുന്നൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്, അത് റെഗുലേഷൻ കൊടുക്കുന്നത്, അത് റെഗുലേറ്ററി ഫങ്ഷനിൽ വരുന്നതാണ്. അങ്ങനെ നമുക്ക് റെഗുലേഷൻസ് കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ലാംഗ്വേജ് യൂസ് ചെയ്യണം. സോ ദാറ്റ് ഈസ് റെഗുലേറ്ററി ഫങ്ഷൻ. നെക്സ്റ്റ് വൺ ഇസ് ഇൻ്ററാക്ഷണൽ. ലാംഗ്വേജ് ഇസ് യൂസ്ഡ് ഫോർ ഇൻ്ററാക്ടിങ് വിത്ത് അതേഴ്സ്. നമ്മൾ ഒരാളോട് ഇൻ്ററാക്ട് ചെയ്യണമെങ്കിൽ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് അല്ലേ. അതായത് ഇപ്പോൾ എക്സാമ്പിൾ നോക്കിക്കേ, യു ആർ മോസ്റ്റ് വെൽക്കം. നിങ്ങൾ ഒരാളോട് എപ്പോഴും യു ആർ മോസ്റ്റ് വെൽക്കം എന്ന് പറയും. ഇപ്പോൾ താങ്ക് യു പറഞ്ഞാലും വെൽക്കം പറയും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്താ? ഇൻ്ററാക്ഷൻ അവിടെ നടക്കുകയാണ്. നമ്മൾ ഒരാളോട് പറയുന്നു, അയാളുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നു അല്ലേ. ഇൻ്ററാക്ഷണലാണ് എനിക്ക് തോന്നുന്നു എപ്പോഴും കോമൺ ആയിട്ട് നടക്കുന്ന ഒരു ഫങ്ഷൻ. നെക്സ്റ്റ് ഇസ് പേഴ്സണൽ. നമുക്ക് ഒരു പേഴ്സൻ്റെ ഫീലിങ്സ്, ഒപ്പീനിയൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഐ ആം എക്സ്ട്രീംലി പ്ലീസ്ഡ്, എൻ്റെ ഒരു ഒപ്പീനിയനാണ്. അപ്പോൾ എൻ്റെ ഒപ്പീനിയൻസും ഫീലിങ്സൊക്കെ ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നത് ലാംഗ്വേജിലൂടെയാണ്. അതിനെ പേഴ്സണൽ ഫങ്ഷൻ എന്ന് പറയും. നെക്സ്റ്റ് വൺ ഇസ് ഹ്യൂറിസ്റ്റിക്. ഹ്യൂറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആള് അയാൾക്ക് മനസ്സിലായ കാര്യങ്ങൾ വെച്ചിട്ട്, അയാളുടെ മൈൻഡിൽ വന്ന കാര്യങ്ങൾ വെച്ച് സ്പോണ്ടേനിയസ് ആയിട്ട് പറയുന്നു. ഹ്യൂറിസ്റ്റിക്കിൽ ഇപ്പോൾ എനിക്ക് ഉള്ള നോളജ് വെച്ചിട്ട് ഒരു കാര്യം, ഇപ്പോൾ ദ വെദർ ഇസ് അൺബെയറബിൾ എന്ന് ഞാൻ പറയുന്നു. വെദറിനെ പറ്റി എനിക്ക് മനസ്സിലായതും എൻ്റെ മൈൻഡിലുള്ള ഐഡിയ വെച്ചിട്ടാണ് ഞാനത് പറയുന്നത്. എനിക്ക് ഉള്ള നോളജിലൂടെ ഞാൻ സംസാരിക്കുന്നു. ദാറ്റ് ഈസ് ഹ്യൂറിസ്റ്റിക്. ഇവിടെ നോക്കിയേ, ദ വെദർ ഇസ് അൺബെയറബിൾ അല്ലേ. അതെന്ന് പറഞ്ഞാൽ വെദർ അൺബെയറബിൾ ആണെന്ന് എനിക്ക് തോന്നി, എൻ്റെ മൈൻഡിൽ വന്നു, എനിക്ക് ഉള്ള നോളജ് വെച്ച് പറഞ്ഞ കാര്യമാണത്. നെക്സ്റ്റ് ഇസ് ഇമാജിനേറ്റീവ്. അതായത് നമ്മുടെ പോയിറ്റ്സ് ഒക്കെ ചെയ്യുന്ന പോലെ അവരുടെ ഇമാജിനേഷനിൽ വരുന്നത്. ഇവിടെ നോക്കിയേ, മൈ ലവ് ഇസ് ലൈക്ക് എ റെഡ് റോസ് എന്ന് പറയുമ്പോൾ അത് എൻ്റെ ഇമാജിനേഷനിൽ വന്ന കാര്യമാണ്. അപ്പോൾ എൻ്റെ ഇമാജിനേഷൻ അല്ല, അത് ഓൾറെഡി ഒരാളുടെ ഇമാജിനേഷനിൽ വന്നിട്ട് പറഞ്ഞ കാര്യമാണ്. അതുപോലെ നമുക്ക് നമ്മുടെ ഇമാജിനേഷനിൽ വന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പോയിറ്റ് ഇമാജിനേഷനിൽ വരുന്നത് പറയുന്നതിനെയാണ് ഇമാജിനേറ്റീവ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് ഇസ് റെപ്രസെൻറ്റേഷണൽ. ദിസ് ഈസ് ദ യൂസ് ഓഫ് ലാംഗ്വേജ് ഫോർ കൺവേയിങ് ഇൻഫർമേഷൻ. ഒരു കാര്യം, ഒരു ഇൻഫർമേഷൻ പറയണമെങ്കിൽ ഇവിടെ നോക്കി, കോളേജ് വിൽ റീഓപ്പൺ ഓൺ ദ 1st of June. ജൂണിലെ ഫസ്റ്റ് വീക്കിലല്ലേ നോർമലി കോളേജും സ്കൂൾസൊക്കെ ഓപ്പൺ ചെയ്യാറ്. അതൊരു ഇൻഫർമേഷനാണ്. ആ ഒരു ഇൻഫർമേഷൻ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് ആളുകളിലേക്ക് എത്തിക്കുന്നത്. അതാണ് റെപ്രസെൻറ്റേഷണൽ എന്ന് പറയുന്ന ഫങ്ഷൻ. ഓക്കെ, നമുക്കൊരു ഇൻഫർമേഷൻ നമ്മൾ പറയാനായിട്ട് യൂസ് ചെയ്യുന്നു, ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു എന്നുള്ളത്. ഇത്രയാണ് 7 ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ്. എക്സാമ്പിൾസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഫങ്ഷൻസ് എഴുതാൻ പറ്റും. നെക്സ്റ്റ് ഇസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ്. ഹ്യൂമൻ ലാംഗ്വേജിന് നമ്മൾ ഓൾറെഡി ഫങ്ഷൻസ് ഓർ റോൾ ഓഫ് ലാംഗ്വേജ് A.K. ഹാലിഡേ പറഞ്ഞ പോലെ ചാൾസ് ഹോക്കറ്റ് ഇവിടെ
ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ് 7 പോയിന്റ്സ് സാറിന് പറയുന്നുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് ചാൾസ് ഒക്കറ്റ് ഒരു അമേരിക്കൻ ലിംഗ്വിസ്റ്റ് ആണെന്ന് ഓർക്കാം. ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഡ്യുവാലിറ്റിയാണ്. ഡ്യുവാലിറ്റി എന്ന് പറയുന്നത്, അപ്പോൾ നിങ്ങൾ ഓരോന്നും പഠിക്കുമ്പോൾ ഓരോ കീവേഡ്സ് ഓർക്കുക. ഡ്യുവാലിറ്റി എന്ന് പറയുമ്പോൾ ഓർക്കുക ഫൊണീംസ് മോർഫീംസ് എന്നുള്ള കീവേഡ് ഓർക്കുക കേട്ടോ. ഫൊണീംസ് എന്താണ്? ഹ്യൂമൻ ലാംഗ്വേജിൽ ദർ ആർ ദ സ്മോളസ്റ്റ് ഡിസ്റ്റിങ്ക്റ്റീവ് സൗണ്ട് യൂണിറ്റ് കോൾഡ് phonemes and the smallest meaningful units called morphemes. In other words, language consists of phonology and morphology. സ്മോളസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റിങ്ക്റ്റീവ് സൗണ്ട് യൂണിറ്റ്സിനെയാണ് ഫൊണീംസ് എന്ന് പറയുന്നത്. ക്യാറ്റ് എന്നൊരു വേർഡ് എടുക്കുമ്പോൾ ക, ആ, ട്, ഇത് മൂന്നും ചേരുമ്പോഴാണ് ക്യാറ്റ് ആവുന്നത് അല്ലേ. അപ്പോൾ ഈ ക, ആ, ട് എന്ന് പറയുമ്പോൾ ആ സൗണ്ട്സിനെയാണ് ഫൊണീംസ് എന്ന് പറയുക. ഇതെല്ലാം കൂടി ചേർന്ന് ഒരു മീനിങ് ഫുൾ ആയിട്ട് പറയുന്ന ഒരു യൂണിറ്റിലേക്ക് മാറുമ്പോൾ, ക്യാറ്റ് എന്നുള്ളൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് മാറിയാൽ അതിനെയാണ് മോർഫീംസ് എന്ന് പറയുന്നത്. സോ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഫൊണീംസും മോർഫീംസും ചേരുന്നതാണ്. നെക്സ്റ്റ് ഇസ് പ്രൊഡക്ടിവിറ്റി ഓർ ക്രിയേറ്റിവിറ്റി. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇമാജിനേറ്റീവ് ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ് എന്നുള്ളത് പറഞ്ഞു. നമ്മുടെ ഒരു പ്രൊഡക്ടിവിറ്റി ഓർ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ സ്പീക്കറിന് അറ്ററൻസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. നമ്മളിതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടില്ല, പഠിച്ചിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ആ മൊമെൻറ്റിൽ അറ്റർ ചെയ്യാം അല്ലേ. സോ ദാറ്റ് ഈസ് പ്രൊഡക്ടിവിറ്റി ഓർ ക്രിയേറ്റിവിറ്റി. നമുക്കിതിനു മുമ്പ് ഉള്ള കാര്യമാവണമെന്നൊരു നിർബന്ധമില്ല. വോളണ്ടറിലി നമുക്ക് പറയാം. അതിനെയാണ് പ്രൊഡക്ടിവിറ്റി ഓർ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആർബിട്രറിനെസ്. ഇത് ഫെർഡിനൻഡ് ഡി സെഷ്വർ എന്ന് പറയുന്ന ഫാദർ ഓഫ് മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം സെഷ്വർ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ സെഷ്വർ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റാണ്, എവറി വേർഡ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് സൗണ്ട് പാറ്റേൺ, സിഗ്നിഫയർ ആൻഡ് എ കോൺസെപ്റ്റ് സിഗ്നിഫൈഡ്. ഓരോ വേർഡും സിഗ്നിഫൈഡ് ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആണെന്നാണ് പറയുന്നത്. ഒരു വേർഡിനെ അദ്ദേഹം പറയുന്നൊരു പേരുണ്ട്. അദ്ദേഹം വേർഡിന് സൈൻ എന്ന് പറയും. സൈൻ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളുടെ കോമ്പിനേഷനാണ്, സിഗ്നിഫൈഡ്. സിഗ്നിഫയർ എന്ന് പറയുന്നത് നമ്മളൊരു കോൺസെപ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ പറയാൻ യൂസ് ചെയ്യുന്ന ആ ഒരു വേർഡാണ് സിഗ്നിഫയർ. ഇപ്പോൾ 4 legs ഉള്ള ഒരു ആനിമലാണ്, ഒരു 4 legs ഉള്ള ആനിമൽ എന്നുള്ളൊരു കോൺസെപ്റ്റ് എടുക്കുക, അത് സിഗ്നിഫൈഡ് ആണ്. അതിനെ ഡോഗ് എന്ന് ഇംഗ്ലീഷ് കൾച്ചറിൽ പറയുന്നു, അത് സിഗ്നിഫയർ. മലയാളത്തിൽ നായ എന്ന് പറയുന്നു, തമിഴിൽ നായ എന്ന് പറയുന്നു, ഹിന്ദിയിൽ കുത്ത എന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം സിഗ്നിഫയർ ആണ്. 4 കാലുള്ള ഒരു ആനിമലാണ് കോൺസെപ്റ്റ്, അത് സിഗ്നിഫൈഡും. പല പേരിൽ ഇത് അറിയപ്പെടുന്നു എന്നുള്ളത് സിഗ്നിഫയറും. അപ്പോൾ സിഗ്നിഫയറും സിഗ്നിഫൈഡും കൂടി ചേരുന്നതാണ് സൈൻ, ആ ഒരു വേർഡ് എന്ന് പറയുന്നത്. ഒരു പേര്, എന്ത് പേരും ആയിക്കോട്ടെ, ഇതിൽ 2 കാര്യങ്ങൾ ഇൻവോൾവ് ആണ്. ഇനി അപ്പോൾ ആർബിട്രറിനെസ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ സൈനിലുള്ള സിഗ്നിഫയറും സിഗ്നിഫൈഡും തമ്മിൽ റിലേഷൻ ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടാവുമോ? ആ പേരും ആ ഒരു കോൺസെപ്റ്റും തമ്മിൽ റിലേഷൻ ഉണ്ടോ? ഇല്ല. അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെ എല്ലാ സ്ഥലത്തും ഒരു പേരല്ലേ വിളിക്കേണ്ടത്. അത് അതിൻ്റെ സ്വന്തം റിലേറ്റഡ് ആണെങ്കിൽ ഇതിനൊരു പേരേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതിനെ പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. റീസൺ എന്താണ്? അവർ തമ്മിൽ ഒരു റിലേഷൻ ഇല്ല. ആ ഒരു കോൺസെപ്റ്റും ആ ഒരു വേർഡും തമ്മിൽ ഒരു റിലേഷനും ഇല്ലാത്തതുകൊണ്ടാണ് ആ ഒരു 4 legs ഉള്ള ഒരു ആനിമലിനെ സെയിം പേരിൽ അറിയപ്പെടാതെ പല പേരുകളിൽ പല സ്ഥലങ്ങളിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അതാണ് ആർബിട്രറിനെസ്. ഇത് സഷ്വറിൻ്റെ ഒരു കോൺസെപ്റ്റാണ്. അതൊരു ഫംഗ്ഷനായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഫംഗ്ഷനായിട്ടല്ല, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ ലാംഗ്വേജിൽ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് ഇൻ്റർചേഞ്ചബിലിറ്റി. ഇത് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ 2 പേര് അതിൽ വരുന്നുണ്ട് അല്ലേ, 2 പാർട്ടീസ് ഉണ്ട്. അതായത് സ്പീക്കർ, ലിസ്ണർ. സ്പീക്കറാണ് എൻകോഡർ, ലിസ്ണറാണ് ഡീകോഡർ. എൻകോഡർ എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ മൈൻഡിൽ ഇപ്പോൾ എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ തോന്നിയപ്പോൾ ഞാനത് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട്, എൻ്റെ ബ്രദർ പുറത്ത് പോയിട്ടുണ്ട്, അവൻ അയക്കുവാണ് ഐ വോണ്ട് ഐസ്ക്രീം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഐഡിയ എൻകോഡ് ചെയ്ത് ഇവന് മെസ്സേജ് അയച്ചു. എൻ്റെ ബ്രദർ ഇത് വായിക്കുവാണ്. സോ അവൻ എന്താ ചെയ്യുന്നത്? ഡീകോഡിങ് ചെയ്യണം. ഓക്കെ, ഞാനത് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ഉള്ള സംഭവം, ഞാൻ അയച്ച സംഭവം അവൻ
ടെക്സ്റ്റായിട്ട് അവൻ്റെ ഫോണിൽ റിസീവ് ചെയ്തു, അവനത് വായിച്ചെടുക്കുന്നു, മനസ്സിലാക്കി. സോ ദാറ്റ് ഈസ് ഡീകോഡിങ്. അപ്പോൾ 2 പേരാണ് ഒരു കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്, എൻകോഡർ സ്പീക്കർ, പിന്നെ ലിസണർ എന്ന് പറയുമ്പോൾ ഡീകോഡറായിട്ട് നിൽക്കുന്നു. ഇൻ്റർചേഞ്ചബിൾ ആണല്ലേ. കുറച്ച് കഴിയുമ്പോൾ എന്താ, ഓക്കെ ഞാൻ മേടിച്ചിട്ട് വരാമെന്ന് അവൻ എനിക്ക് റിപ്ലൈ ഇടാണെങ്കിൽ അവിടെ അവനാണ് സ്പീക്കർ, അവിടെ അവനാണ് എൻകോഡർ. അപ്പോൾ മേടിച്ചിട്ട് വരാമെന്ന് പറയുന്ന മെസ്സേജ് ഞാൻ വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഞാൻ പിന്നെയും ഡീകോഡർ ആവാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ് റോൾസ്. വൺ ഹു ഈസ് ദ സ്പീക്കർ അറ്റ് ദിസ് മൊമെൻറ്റ് ക്യാൻ ബി ദ ലിസണർ ദ നെക്സ്റ്റ് മൊമെൻറ്റ്. അപ്പോൾ അങ്ങനെയാണ് ഇൻ്റർചേഞ്ചബിലിറ്റി എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഇസ് സ്പെഷ്യലൈസേഷൻ. കമ്മ്യൂണിക്കേറ്റീവ് ആക്ടിവിറ്റിക്ക് ഒരു ട്രിഗറിങ് പവർ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് ആണെങ്കിലും ഒരാൾക്ക് വേറെ ലാംഗ്വേജിനെ ശ്രദ്ധിക്കാം, അതേപോലെ മറുപടിയും കൊടുക്കാം. നമ്മൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം സ്റ്റോപ്പ് ചെയ്യണമെന്നില്ല. ഒരു ഗുഡ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ JCB വർക്ക് ചെയ്യുന്നവർ, JCBയിൽ വർക്ക് ചെയ്യുന്നവരെ ശ്രദ്ധിച്ചാൽ അറിയും, ഒരു ഫോൺ ചെയ്തുകൊണ്ടിരുന്നിങ്ങനെ ആ മണ്ണ് വാരിയിടും അല്ലേ. അതായത് കണ്ടിന്യൂസ് ചിലപ്പോൾ മണിക്കൂറുകളോളം അവരിങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന ഈ ഒരു കാര്യം ചെയ്യുന്ന കാണാം. അതായത് സംസാരിക്കുന്നുണ്ട്, റെസ്പോൺസും കൊടുക്കുന്നുണ്ട്, പ്ലസ് കൂടെ ഒരു ആക്ടിവിറ്റിയും ചെയ്യുന്നുണ്ട്. അതാണ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ആക്ടിവിറ്റി സ്റ്റോപ്പ് ചെയ്യേണ്ട, കമ്മ്യൂണിക്കേഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. നെക്സ്റ്റ് വൺ ഇസ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് അത് എക്സാമ്പിൾ ആദ്യം പറയാം. ഹോളി റോമൻ എംപയർ എന്നുള്ളതിനെ പറ്റി ഹിസ്റ്റോറിയൻസ് അന്ന് പറഞ്ഞതിനെ പറ്റി മനസ്സിലാക്കാനായിട്ട് ഇന്ന് നമുക്ക് ഈ സമയവും അതേപോലെ ഈ പ്ലേസും ആയിരുന്നാൽ പോലും നമുക്ക് ഐഡിയ കിട്ടും. അതാണ് ലാംഗ്വേജിൻ്റെ ഒരു പവർ. A message in language can be understood even when it is removed from the time and place of transmission. അത് അന്ന് സംഭവം ചെയ്ത് കഴിഞ്ഞു, അത് പറഞ്ഞു കഴിഞ്ഞു, ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിലും നമുക്കത് ഇപ്പോൾ പറഞ്ഞാലും സംഭവം നമുക്ക് ക്ലിക്കാവും. ഓക്കെ, നമുക്ക് ഈ പറഞ്ഞ ഹിസ്റ്റോറിയൻസ് ഇത് പറഞ്ഞത് അവർക്ക് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. അവർ അത് അന്നത്തെ ഹിസ്റ്ററി നമ്മളോട് പറഞ്ഞു തരുമ്പോൾ, മെസ്സേജ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ആ സമയത്തും ആ പ്ലേസിലും ആവണം എന്നൊരു നിർബന്ധമില്ല. അതാണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ആ സമയത്തു നിന്ന് അല്ലെങ്കിൽ ആ പ്ലേസിൽ നിന്ന് മാറിയാലും നമുക്ക് ആ മെസ്സേജ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹോളി റോമൻ എംപയറിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്ത് ഉള്ള ആളുകൾ അവരത് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസിൽ നിന്നല്ല, എന്നാലും അവർക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റി, വായിച്ച് നമുക്ക് മനസ്സിലാക്കാനും പറ്റി. ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്. അടുത്തത് കൾച്ചറൽ ട്രാൻസ്മിഷൻ. ലാംഗ്വേജ് ഹെറിഡിറ്ററിലി കിട്ടുന്നതല്ല, പാരമ്പര്യമായിട്ട് കിട്ടുന്നതല്ല, ഒരു ജനറേഷനിൽ നിന്ന് മറ്റ് ജനറേഷനിലേക്ക് വരുന്നതാണ്. അതായത് അത് ഹെറിഡിറ്ററിലി ട്രാൻസ്മിറ്റഡ് ആവുകയാണെന്നാണെങ്കിൽ ലിംഗ്വിസ്റ്റിക് സ്കോളേഴ്സിൻ്റെ മക്കൾക്ക് ഒരു എഫേർട്ടും എടുത്തൊറ്റ ലാംഗ്വേജും പഠിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് സ്പാനിഷ് അറിയാമെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ പാരൻസിന് അറിയണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പോൾ എനിക്ക് സ്പാനിഷ് അറിയാം, അതുകൊണ്ട് ഇനി എൻ്റെ നെക്സ്റ്റ് ജനറേഷനിലുള്ളവർക്ക് ഷുവർ ആയിട്ട് അത് കിട്ടും എന്നൊരു നിർബന്ധമില്ല അല്ലേ. എഫേർട്ട് എടുത്ത് പഠിച്ചാലാണ് ഒരു ലാംഗ്വേജ് പഠിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ പാരമ്പര്യം അനുസരിച്ച് ലാംഗ്വേജ് കൈമാറി വരില്ല. സോ ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. 7 പഠിച്ചു. ഇത് എന്താണെന്നുള്ളത് ആ കീവേഡ് മെയിൻലി ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഫേറ്റിക് കമ്മ്യൂണിയൻ ആണ്. ഇത് ഈ പറഞ്ഞ 7 ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ കൂടെ തന്നെ ചേർക്കാവുന്ന ഒരു സംഭവമാണ്. റഷ്യൻ ആന്ത്രോപോളജിസ്റ്റ് ആയിട്ടുള്ള മലിനോവ്സ്കി പറഞ്ഞതാണ് ലാംഗ്വേജിൻ്റെ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്, അതായത് ഫേറ്റിക് കമ്മ്യൂണിയൻ എന്ന് പറഞ്ഞാൽ കാഷ്വൽ ഫ്രേസസ് അറ്റേർഡ് വിത്തൗട്ട് മച്ച് തോട്ട്. നമ്മൾ അധികം ആലോചിക്കാതെ നമ്മൾ അറ്റർ ചെയ്യുന്ന കുറേ കാഷ്വൽ ആയിട്ടുള്ള ഫ്രേസസ് ഇല്ലേ. എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, ഹായ്, ഹൗ ആർ യു, ഇതൊക്കെ ആലോചിച്ചാണോ പറയുന്നത്? അല്ല, പെട്ടെന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് അല്ലേ, ഒന്നും ആലോചിക്കാതെ പറയുന്നതാണ്. അതിനെയാണ് ഫാക്റ്റിക് കമ്മ്യൂണിയൻ എന്ന് പറയുന്നത്. കാഷ്വൽ ഫ്രേസസ് അറ്റേർഡ് വിത്തൗട്ട് മച്ച് തോട്ട്. നെക്സ്റ്റ് വൺ ഇസ് സ്പീച്ച് ആൻഡ് റൈറ്റിംഗ്. സ്പീച്ച് റൈറ്റിംഗ് എന്ന് പറയുന്നത് 2 മോഡ്സ് ഓഫ് ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് സ്പീച്ചാണ് ഇതിൽ പ്രൈമറി, അതേപോലെ റൈറ്റിംഗ് ഇതിൽ സെക്കൻഡറി മാത്രമാണ്. The human child first acquires ability to speak his mother tongue. He learns to write it only at a later stage. അല്ലേ, ഒരു കുട്ടി ആദ്യം പഠിക്കുന്നത് എഴുതാനാണോ? അല്ല,
മദർ ടങ്ങിൽ സംസാരിക്കാനാണ്. പ്രൈമറിലി പഠിക്കുന്നത് മദർ ടങ്ങിൽ സംസാരിക്കാനാണ്. അതിനുശേഷം കുട്ടി സ്കൂളിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ നഴ്സറിയിലോ അല്ലെങ്കിൽ പിന്നീട് ഒരിക്കലാണ് എഴുതാൻ പഠിക്കുന്നുള്ളൂ. മെനി ലാംഗ്വേജസ് എക്സിസ്റ്റ് ഓൺലി ഇൻ ദ സ്പോക്കൺ ഫോം. ഒരുപാട് ലാംഗ്വേജസ് സ്പോക്കൺ ഫോമിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്നതുണ്ട്. അതായത് സ്പീച്ച് ഹാസ് സെവറൽ അഡ്വാൻറ്റേജസ് ഓവർ റൈറ്റിംഗ്. സ്പീച്ചിനാണ് കൂടുതലും പവറുള്ളത്. എഴുത്തിനേക്കാളും നമ്മൾ പറയുന്നതിനല്ലേ കുറച്ചുകൂടെ പ്രൈമറി ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പം ട്രഡീഷണൽ ഗ്രാമേഴ്സ് ഗേവ് മോർ ഇമ്പോർട്ടൻസ് ടു റൈറ്റിംഗ്. പണ്ടത്തെ എന്ന് പറഞ്ഞാൽ കൂടുതലും റൈറ്റിങ്ങിനായിരുന്നു ഇമ്പോർട്ടൻസ്, സ്പീക്കിങ്ങിനല്ല, സ്പീച്ചിനല്ല. എന്നാൽ ഇപ്പോൾ മോഡേൺ ഗ്രാമറിൽ എംഫസൈസ് ചെയ്യുന്നത് സ്പീച്ചാണ്. ദോ ലാംഗ്വേജ് ഇസ് എസെൻഷ്യലി സ്പോക്കൺ. നമുക്ക് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്കത് എഴുതാൻ അറിയുന്നുണ്ടോ എന്നല്ല, ഇപ്പോൾ കൂടുതലത് പറയാൻ അറിയുമോ എന്നുള്ളതിലാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പോൾ വി ഷുഡ് നോട്ട് അണ്ടർമൈൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് റൈറ്റിംഗ് എന്ന് കരുതി റൈറ്റിംഗ് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയണോ? ഇല്ല, ഒരിക്കലും ഇല്ല. റൈറ്റിംഗ് ഈസ് ഈക്വൽ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് വിത്തൗട്ട് റൈറ്റിംഗ് സിവിലൈസേഷൻ ആസ് വി സി ഇറ്റ് ടുഡേ വുഡ് ബി ഇമ്പോസിബിൾ. റൈറ്റിംഗ് ഇല്ലെങ്കിൽ ഇന്ന് കാണുന്ന സിവിലൈസേഷൻ ഒന്നും പോസിബിളേ അല്ല. അല്ല, ഇന്ന് കാണുന്ന പോലെയാണോ ഈ റൈറ്റിംഗ് ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. റൈറ്റിംഗും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ടീച്ചിങ് മാക്സിംസ്, അതായത് കുറച്ച് ജനറൽ ട്രൂത്ത്സ് അല്ലെങ്കിൽ കുറച്ച് പീസ് ഓഫ് അഡ്വൈസസ്, എങ്ങനെ പഠിപ്പിക്കാം, എങ്ങനെ പഠിപ്പിക്കുന്നതാണ് നല്ലത് എന്നുള്ളതിൻ്റെ ഒരു 12 പോയിൻറ്റ്സാണ് പറഞ്ഞേക്കുന്നത്. ഈ സെയിം മാക്സിംസ് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്തത് അപ്പുറത്ത് പറയുന്നുണ്ട്. ഇത് നമുക്ക് നല്ലൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഫ്രം നോൺ ടു അൺനോൺ. അറിയുന്ന കാര്യം ആദ്യം പറഞ്ഞിട്ട് അറിയാത്ത കാര്യങ്ങളെപ്പറ്റി പറയുക. ഫ്രം ഈസി ടു ഡിഫിക്കൽട്ട്, ആദ്യം എളുപ്പമുള്ളത് പറയുക എന്നിട്ട് ഡിഫിക്കൽട്ട് പറയുക. ഫ്രം സിമ്പിൾ ടു കോംപ്ലെക്സ്, ആദ്യം സിമ്പിളായിട്ട് പറയുക ദെൻ കോംപ്ലെക്സിലേക്ക് കിടക്കുക. ഫ്രം ഡെഫിനിറ്റ് ടു ഇൻഡെഫിനിറ്റ്, ഡെഫിനിറ്റ് ആയിട്ട് നടന്ന സംഭവം പറയുക എന്നിട്ട് ഇൻഡെഫിനിറ്റിലേക്ക് പറയുക. ഫ്രം കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്റ്റ്, ആദ്യം കോൺക്രീറ്റ് ആയിട്ടുള്ള, അതായത് സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള, ഉറപ്പുള്ള, ഇപ്പോഴും സ്ഥിതി ചെയ്യുന്ന, നിലനിൽക്കുന്ന കാര്യം പറയുക എന്നിട്ട് അബ്സ്ട്രാക്റ്റിലേക്ക് കിടക്കുക. ഇതൊന്നുമല്ലാത്ത നമ്മുടെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുക. ഫ്രം പെർട്ടിക്കുലർ ടു ജനറൽ, ആദ്യം ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യം പറയുക എന്നിട്ട് ജനറലൈസ് ചെയ്ത് പറയുക. ദെൻ ഫ്രം അനാലിസിസ് ടു സിന്തസിസ്, ആദ്യം അനലൈസ് ചെയ്യുക എന്നിട്ട് സിന്തസിസ് നടത്തുക. ഫ്രം നിയർ ടു ഫാർ, അടുത്തുള്ള കാര്യം ദെൻ ഫാർ ഉള്ള കാര്യം. ആക്ച്വൽ ടു റെപ്രസെൻറ്റേഷൻ, ശരിക്കും ആക്ച്വലി ഉള്ളതെന്ന് റെപ്രസെൻറ്റേഷനിലേക്ക് കിടക്കുക. എംപയറിക്കൽ ടു റാഷണൽ, എംപെരിക്കലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ട് വേണം റാഷണലിലേക്ക് കടക്കാൻ. ഹോൾ ടു പാർട്സ്, ആദ്യം ഹോൾ കാര്യം പറയുക എന്നിട്ട് അതിലൊരു പാർട്ട് എടുത്ത് പറയുക. ഇപ്പോൾ ഹ്യൂമൻ ബോഡി എന്നുള്ള ഹോൾ കാര്യം അതിലത്തെ ഒരു പെർട്ടിക്കുലർ പാർട്ടാണ് എന്താ പറയുക, മെഡുല ഒബ്ലാങ്കട്ട എന്നുള്ളത് ഹ്യൂമൻ ബോഡിയിലത്തെ ഒരു പാർട്ട് എന്ന് പറയാം. അല്ലാതെ ആദ്യമേ തന്നെ മെഡുല ഒബ്ലാങ്കട്ട എന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടണമെന്നില്ല. സോ ആദ്യം ഹ്യൂമൻ ബോഡി എന്നിട്ട്, അതായത് ആദ്യം ഹോളായിട്ട് പറഞ്ഞിട്ട് എല്ലാവരും പാർട്ടിലേക്ക് കിടക്കാം. ഫ്രം സൈക്കോളജിക്കൽ ടു ലോജിക്കൽ, ആദ്യം സൈക്കോളജിക്കലി പറയാം ദെൻ ലോജിക്കലി കിടക്കാം. സോ ഈ പോയിൻറ്റ്സ് അറിഞ്ഞിരിക്കണം. ഇതാണ് 12 മാക്സിംസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ചാപ്റ്റർ 1 വെരി ഈസിയാണ്. നമുക്ക് ഒന്നിച്ചിരി സ്ട്രെസ് കൊടുത്ത് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.